കർത്താവിന്റെ അതിപരിശമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവജന ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 35-ാമത്തെ വാക്യം. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ വായിച്ച വചനം, ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ചു എന്ന് പറഞ്ഞ സിംഹത്തെ അടിച്ചു, അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു എന്നുള്ളതാണ് നാം ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത്. പ്രൈസലോ. ശൗൽ രാജാവിന്റെ മുമ്പില് ദാവീദ് ഒരു യുവാവായി നിന്നപ്പോൾ, പ്രൈസലോ, ഈ ഫെലിസ്തനായ ഗോലിയാത്തിനോട് എതിർത്ത് നിന്ന് യുദ്ധം ചെയ്യുവാൻ നിനക്ക് കഴിയുകയില്ല. നീ ഒരു യുവാവ്, അവനോ ചെറിയ വയസ്സു മുതൽ യുദ്ധവീരൻ എന്ന് പറഞ്ഞ് ദാവീദിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ദാവീദിന്റെ മറുപടി പ്രകാരം ശൗലിന്റെ ഹൃദയത്തിലും നല്ല ധൈര്യവും കർത്താവിൽ വിശ്വാസം ഉണ്ടായി എന്ന് ഈ ഭാഗങ്ങൾ വായിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേലിനെ മുഴുവൻ കൊന്നൊടുക്കുവാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി 40 രാവും പകലും ഫെലിസ്തീൻ അല്ലെ ഗോലിയാത്ത് അവൻ നിന്ന് വെല്ലുവിളിക്കുക. അവനോട് അടുക്കുവാനോ ഫെലിസ്തീൻ മലനെ അഥവാ ഗോലിയാത്തിനെ തകർത്ത് ഇസ്രായേലിനെ അവന്റെ കയ്യിൽ നിന്ന് വിടിവിക്കുവാനോ കഴിയാതെ ശൗലും ശൗലിന്റെ കൂടെയുള്ളവരും വളരെ ഭാരപ്പെടുകയാണ്. ശൗൽ രാജാവാണെങ്കിലും രാജാവിന്റെ കൂടെ അനവധി സൈന്യം ഉണ്ടെങ്കിലും, ദാവീദിന്റെ സഹോദരന്മാരൊക്കെ അടക്കമുണ്ടെങ്കിലും, ഈ മല്ലനായ ഗോലിയാത്തിനോട് നേരിടാൻ വളരെ പ്രയാസമാണ്. എല്ലാവരും പകച്ചു നിൽക്കുകയാണ്, ഭയന്ന് നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ദാവീദ് തന്റെ ചെറുപ്രായത്തിൽ തന്നെ തന്റെ മുഴു ബലത്തെയും മുഴു ധൈര്യത്തെയും മുഴു വിശ്വാസത്തെയും ആമി തന്റെ ഹൃദയം തുറന്ന് ശൗലിനോട് അറിയിക്കുന്നത്. അപ്പൊ ശൗൽ അപ്പോഴാണ് പറഞ്ഞത്, നീ ഒരു യുവാവാണ്, നിനക്ക് യുദ്ധം ചെയ്യുവാൻ അറിയില്ല, നിനക്കാൾ വലിയ മലനായിരിക്കുന്ന ഈ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഈ മല്ലൻ ചെറുപ്രായം തൊട്ട് യുദ്ധത്തിൽ വളരെ അഭ്യാസം പഠിച്ചവന്. അപ്പോഴാണ് ദാവീദ് ഹല്ലേലൂയ ഫിലിസ്തീനെ കീഴടക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു വലിയ ധൈര്യം ശൗലിന് കൊടുക്കുന്നത്. അത് ശൗലി വലിയ പ്രത്യാശയുണ്ടായി. പ്രൈസലോ. ഇപ്പൊ ഇവിടെ നമുക്ക് ദൈവത്തിന്റെ വചനം വായിക്കും കാണാൻ കഴിയുന്നത്, ഈ വചനഭാഗം വായിക്കുമ്പോൾ അതിന്റെ സ്തോത്രം 34-35 വാക്യങ്ങൾ വായിക്കും കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. ഹല്ലേലൂയ. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു എന്ന് വീണ്ടും പറയാം. ഹല്ലേലൂയ. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ദൈവ പൈതലിന്, ഒരു ആത്മീയ വിശ്വാസിയെ എപ്പോഴും വിഴുങ്ങുവാൻ കഴിയുന്ന വിധത്തിൽ, വനത്തിലെ സിംഹം ഇരയെ പിടിക്കാൻ വാവിളർന്നിരിക്കുന്നത് പോലെ നാട്ടിലെ സിംഹം എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ ശത്രുവായിരിക്കുന്ന, ദൈവജനത്തിന്റെ ശത്രുവായിരിക്കുന്ന ആത്മീയ ശത്രുവിന് പിശാച് സിംഹം വാവിളർന്നിരിക്കുന്നത് പോലെ പിളർന്നിരിക്കുക, ആട്ടിൻകുട്ടിയെ വിഴുങ്ങുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര, നീ വളരെ സൂക്ഷിക്കണം. നിന്നെ വിഴുങ്ങുവാൻ വേണ്ടിയിട്ട് വാവിളർന്നിരിക്കുന്ന സിംഹങ്ങളുണ്ട്, കരടികളുണ്ട്. അതിനെ നീ ജയിക്കണം. ദാവീദ് ജയിച്ചതുപോലെ നീ ജയിക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് ആത്മീയ ജീവിതത്തിൽ ശക്തിയോടെ മുന്നേറുവാൻ, കുതിക്കുവാൻ കഴിയുള്ളൂ. പ്രൈസലോ. നിന്നെ അധൈര്യപ്പെടുത്തുന്ന, നിന്നെ തളർത്തിക്കളയുന്ന, നിന്റെ ആത്മീയ ജീവിതത്തെ കെടുത്തിക്കളയുന്ന വിധത്തിലുള്ള പോരാട്ടങ്ങൾ നിനക്ക് നേരെ കടന്നു വരാം. പ്രൈസലോ. ഏത് വിധേനയും നിന്നെ നശിപ്പിക്കുവാൻ പിശാച് തന്ത്രങ്ങൾ മെനയുക. പക്ഷെ നീ പരാജയപ്പെടരുത്. ഹല്ലേലൂയ. നീ പരാജയപ്പെട്ടു പോകാതെ നീ ജയിക്കണം. ദാവീദ് ജയിച്ചതുപോലെ നിനക്ക് ജയിക്കുവാൻ കഴിയണം. വിശ്വാസത്തിന്റെ വാക്കുകൾ നീ പ്രഖ്യാപിച്ചുകൊണ്ട്
നിനക്ക് നേരെ വാവിളർന്നു വരുന്ന കരടിയും സിംഹത്തെയും അടിച്ചു കൊല്ലുവാനുള്ള ആത്മശക്തിയാണ് നിനക്ക് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ആത്മശക്തി നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ ശത്രുവിനെ ജയിപ്പാൻ നിനക്ക് കഴിയില്ല. ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ വായിച്ചു വരും കാണുന്നത് ദാവീദും ഗോലിയാത്തും എന്നുള്ളതാണ്. അല്ലേ? ശമൂവേൽ ഇസ്രായേൽ ന്യായപാലനം നടത്തിയിരുന്ന കാലത്ത് ഫിലിസ്തർ ആക്രമണത്തിനായി മുമ്പോട്ട് വന്നില്ല. എന്നാൽ അനുസരണക്കേട് കാണിച്ച് ശൗലിനെ വിട്ട് ശമൂവേൽ രാമയിലേക്ക് പോയി എന്നറിഞ്ഞപ്പോൾ ഹല്ലേലൂയ, ഫിലിസ്തീൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ തയ്യാറായി. ശമൂവേലിനെ ന്യായപാലനം ചെയ്യുന്നിടത്തോളം കാലം ഫിലിസ്തീന് യാതൊരു പ്രശ്നമില്ല. എന്നാൽ ശൗലിന്റെ അനുസരണക്കേട് മുഖാന്തരം ശമൂവേൽ വിട്ട് രാമയിലേക്ക് പോയത് അറിഞ്ഞപ്പോൾ ഫിലിസ്തീൻ എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ഈ വചനം നിങ്ങൾ വായിക്കുമ്പോൾ ശമൂവേൽ എന്ന് പറയുന്ന വ്യക്തി ഒരു ആത്മീയ മനുഷ്യനാണ്. ദൈവം വിളിച്ചു വേർതിരിച്ചവന്, ബാല്യം മുതലേ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന, ദൈവം തെരഞ്ഞെടുത്ത ന്യായാധിപനാണ്, പ്രവാചകനാണ്, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ ശക്തനായ ശുശ്രൂഷകനാണ്. അങ്ങനെയുള്ള ശുശ്രൂഷകനെ അനുസരിക്കാതെ വന്ന ശൗലിന്റെ പരാജയം. അതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ദൈവം നിന്നെ ഒരു സഭയിലാക്കുമ്പോൾ, ഒരു കൂട്ടത്തിൽ അയക്കുമ്പോൾ, അവിടെ നിനക്ക് നേതൃത്വം നൽകുന്ന, നിന്നെ നയിക്കുന്ന, നിന്നെ നടത്തുന്ന ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഇടയന്മാരെ നീ അനുസരിക്കാതെ വരുമ്പോൾ ഇസ്രായേലിന്റെ ഫിലിസ്ത്യ സൈന്യം എഴുന്നേറ്റതുപോലെ നിനക്ക് നേരെ ഫിലിസ്ത്യ സൈന്യം എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. അനുസരണക്കേട് നിനക്ക് അത് പ്രതിസന്ധിയായി മാറും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പുരാതന കാലങ്ങളിൽ രണ്ട് വിഭാഗം ജനങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന്റെ വിജയം ഇരുഭാഗത്തു നിന്നുമുള്ള ഓരോരുത്തരെ സ്തോത്രം ദന്തയുദ്ധത്തിൽ ജയിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്ന പതിവ് പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. തോൽക്കുന്ന ആളുടെ ഭാഗത്തുള്ളവരെല്ലാം ജയിച്ച ആളുടെ ഭാഗത്തുള്ളവർക്ക് അടിമയായി തീരുക എന്നതായിരുന്നു ആ വ്യവസ്ഥ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങനെയാണ് ഫിലിസ്ത്യരുടെ ഭാഗത്തു നിന്നും ഗോലിയാത്ത് എന്നൊരു മല്ലൻ മുന്നോട്ട് വന്ന് ഇസ്രായേൽ സൈന്യത്തെ വെല്ലുവിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. നേതാവായ ശൗലിന്റെ ഭയം ഇസ്രായേൽ സൈന്യത്തിന്റെ ആത്മവീര്യം നഷ്ടമാക്കി. ശൗൽ നേതാവാണ്, ദൈവം തെരഞ്ഞെടുത്ത അഭിഷിക്തനാണ്, രാജാവാണ്. പക്ഷെ അനുസരണക്കേട് മുഖാന്തരം തന്റെ രാജ്യത്വം നഷ്ടപ്പെട്ടു. രാജ്യത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഫിലിസ്ത്യൻ അവർക്കെതിരെ എഴുന്നേൽക്കുന്നു. അപ്പൊ രാജാവായ ആത്മീയ നേതാവായിരിക്കുന്ന ശൗലിന് ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഭയങ്കര ഭയം. ആ ഭയം എന്ത് ചെയ്തു? ഇസ്രായേൽ ജനത്തെ വളരെ ആശങ്കയിലാക്കി. ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളെ നടത്തുന്ന, നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ നേതൃത്വം ഭയത്തിലായി കഴിഞ്ഞാൽ വിശ്വാസികളെല്ലാം ആശങ്കയിലാകും. നിങ്ങളെ നടത്തുന്നവർ ധൈര്യമുള്ളവരായിരിക്കണം. അവർ അധൈര്യപ്പെട്ടു പോകരുത്. ലേരിയ ആത്മീയമായി തെരഞ്ഞെടുപ്പ് പ്രാപിച്ച ആത്മീയ അഭിഷേകമുള്ള അഭിഷക്തന്മാരോടൊപ്പം നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. എങ്കിൽ മാത്രമേ നീ അധൈര്യപ്പെടാതെ നിനക്ക് ആത്മജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ശൗലിന്റെ ഭയം പോലെ നിന്റെ ജീവിതത്തിലും ഭയം കടന്നു വന്ന നിന്റെ പ്രാർത്ഥനയുടെ മറുപടി പോലും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന ശ്രോതാവെ, നീ ദൈവസന്നിധി നിൽക്കുമ്പോൾ നിന്റെ ഭയത്തെ മാറ്റുന്ന, നിന്നെ അധൈര്യപ്പെടുത്തുന്ന വിഷയങ്ങളെ ആ വിഷയങ്ങളെ എടുത്ത് കളയത്തക്ക നിലയിൽ ആത്മാവിൽ നീ ശക്തി പ്രാപിച്ചോണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ എല്ലാവരും സഹോദരൻ, ഫിലിസ്ത്യ മല്ലനോട് അംഗം പൊരുതുവാൻ പ്രാപ്തനായ ഒരു യോദ്ധാവിനെ സ്വന്തം സൈന്യത്തിൽ കണ്ടെത്തുവാൻ ശൗലിന് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ശൗലിന് ഒരുപാട് സൈന്യമുണ്ട്. എന്നാൽ ഈ ഫിലിസ്ത്യ മല്ലനോട് അംഗം പൊരുതുവാൻ കഴിയുന്ന ഒരു യോദ്ധാവ് ശൗലിന്റെ പക്ഷത്തിലില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലെ ദൈവവചനം കേട്ടുകൊണ്ട് ശ്രോതാവ്, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് നേരെ യുദ്ധത്തിന് ഫിലിസ്ത്യ ശക്തികൾ എഴുന്നേൽക്കുമ്പോൾ ഫിലിസ്ത്യ മല്ലൻ ഗോലിയാത്തിനെ പോലെ ചില ഗോലിയാത്തുമാർ നിനക്ക് നേരെ എഴുന്നേറ്റ് നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയും നിന്റെ ജീവിതത്തെയും ആത്മീയ ശുശ്രൂഷയും കെടുത്തിക്കളയാൻ ശ്രമിക്കുമ്പോൾ ഹല്ലേലൂയ,
നീ അതിനെ തരണം ചെയ്യാനുള്ള ആത്മശക്തി നിനക്കുണ്ടായിരിക്കണം. ശൗലിനെ അത് പരാജയപ്പെട്ട്, ശൗലിന്റെ സൈന്യത്തിന് പരാജയപ്പെട്ടെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് ദൈവം തന്നിരിക്കുന്നത് ഈ കാണുന്ന ലോകത്തിൽ ശത്രുവായി ദൂട്ടാൻ പിശാച് സിംഹം ഇരയെടുക്കാൻ വാപിളർന്നിരിക്കുന്നത് ഗർജനത്തോടുകൂടി നിൽക്കുന്നത് പോലെ. ഹല്ലേലൂയ. ദൈവജനത്തെ തകർക്കുവാൻ സാത്താൻ ഗർജിച്ചുകൊണ്ടിരിക്കുന്ന സാത്താൻ വാപിളർന്നിരിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ ദാവീദ് സിംഹത്തെയും കരടിയും അടിച്ചു കൊന്നതുപോലെ സാത്താനെ അടിച്ചു കൊല്ലുവാനുള്ള അഭിഷേകം നിനക്ക് ആവശ്യമാണ്. പ്രൈസ്. ഹല്ലേലൂയ. അടിച്ചു കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആശ്ചര്യമായ മനുഷ്യനെ അടിച്ചു കൊല്ലുക എന്നുള്ളതല്ല, അല്ല. പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ, ഹല്ലേലൂയ, നീ ദൈവത്തിന് മുഴങ്കാലം അടക്കി പ്രാർത്ഥിക്കുന്നെങ്കിൽ നിനക്കെതിരെ എഴുന്നേൽക്കുന്ന ശത്രു സൈന്യത്തെ ദൈവം തകർത്ത് കളയും. പ്രൈസ്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അതിനാണ് ദൈവം നിനക്ക് അഭിഷേകം തന്നിരിക്കുന്നത്. അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിനെ പോലെ നീ പരാജിതനായി മാറരുത്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്ത് അനവധി ഇടയന്മാരുണ്ടെങ്കിലും, ദൈവസഭയെ നയിക്കുന്ന അനവധി ഇടയന്മാരുണ്ടെങ്കിലും അഭിഷേകമില്ലാത്ത അനവധി ഇടയന്മാർ സഭയെ നയിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അഭിഷേകമില്ലാത്ത ദൈവദാസന്മാർ, അഭിഷേകമില്ലാത്ത ഇടയന്മാർ ദൈവസഭയെ നയിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ അവരെ അനുഗമിക്കുന്ന ആടുകളായിരിക്കുന്ന വിശ്വാസ സമൂഹത്തിന് ജയിക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ. കാരണം ഇന്ന് പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് ത്രിത്വത്തിൽ മൂവരായിരിക്കുന്ന ഏകത്വത്തിൽ ഒരുവരായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, അല്ലെങ്കിൽ പിതാവായ ദൈവം, ഹല്ലേലൂയ, എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന് ശേഷം യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തിട്ട് യേശു ക്രിസ്തു നമുക്ക് അയച്ചു തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കാതെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇല്ല എന്ന് വാദിക്കുന്ന, അഭിഷേകത്തെ വിശ്വസിക്കാത്ത, അന്യഭാഷയിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കാത്ത ഇടയന്മാരായിരിക്കുന്ന അനവധി ആളുകൾ സഭ നയിക്കുന്നുണ്ട്. പെന്തക്കോസ്ത് എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ, വേർപെട്ട കൂട്ടത്തിൽ തന്നെ അനവധി പേർ അഭിഷേകമില്ലാത്തവരുണ്ട്. അഭിഷേകമില്ലാത്ത സഭകളുണ്ട്. അങ്ങനെയുള്ള സഭകളുടെ കീഴിൽ നിന്നാൽ നിനക്ക് നേരെ ഗർജിച്ചു നിൽക്കുന്ന നിന്റെ പ്രതിയോഗിയായിരിക്കുന്ന പിശാച്, അല്ലെങ്കിൽ അതിനെ തകർക്കുവാൻ കഴിയില്ല. പിശാചിനെ തകർക്കണമെങ്കിൽ അഭിഷേകമുള്ളവൻ വരണം. അഭിഷേകം നഷ്ടപ്പെട്ട ശൗൽ പരാജിതനായി ഭയത്തോടുകൂടി നിൽക്കുക. വലിയ സ്തോത്രം. അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിന്റെ സൈന്യത്തിനകത്ത് ഈ ഫിലിസ്ത്യ മല്ലനായിരിക്കുന്ന ഗോലിയാത്തിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുന്നവരുമില്ല. അവിടെയാണ് ദൈവം അഭിഷേകമുള്ളവനെ അയച്ചത്. അഭിഷേകമുള്ള ദാവീദ് ചെന്നിട്ട് പറയുകയാണ്, ഈ മല്ലനെ എനിക്ക് തകർക്കുവാൻ കഴിയും, ഈ മല്ലനെ ഞാൻ തോൽപ്പിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോഴാണ് അതെങ്ങനെ കഴിയുമെന്ന് ശൗൽ ചോദിച്ചപ്പോഴാണ് ദാവീദ് തന്റെ ജീവിതാനുഭവം വിവരിച്ചു കൊടുക്കുന്നത്. എന്താണ് ദാവീദ് തന്റെ ജീവിതാനുഭവം വിവരിച്ചു കൊടുത്തത്? അതാണ് നമ്മൾ വായിച്ച വചനം. 1 ശമൂവേൽ 17:34-35 വാക്യങ്ങൾ ഒരിക്കലൂടെ ഞാനത് ആവർത്തിച്ച് വായിക്കാം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എഴുതിയിരിക്കുന്നു, ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. എന്ത് ധൈര്യമാണ്! അഭിഷേകമുള്ളവന് ധൈര്യമുണ്ട് കേട്ടോ. അഭിഷേകമുള്ളവൻ ധൈര്യത്തോടുകൂടി നിൽക്കും. അഭിഷേകമില്ലാത്ത ശൗൽ പരാജയനായി ഭയപ്പെട്ട് നിൽക്കും. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നീ അഭിഷേകമുള്ളവനായി, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന സ്വഭാവി അഭിഷേകമുള്ളവനായി നീ ദൈവസഭയ്ക്കകത്ത് നീ ഉണർന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിനക്ക് നേരെ വായ്പിള നിൽക്കുന്ന സിംഹത്തെ, ഹല്ലേലൂയ, നിനക്ക് നേരെ ഗർജിച്ചു നിൽക്കുന്ന സിംഹങ്ങളെ, ഗോലിയാത്തിനെ അഥവാ ഫിലിസ്ത്യ മല്ലന്മാരെ, ഫിലിസ്ത്യ ശക്തികളെ നിനക്ക് ജയിക്കാൻ കഴിയും. അല്ലെങ്കിൽ നീ ശൗലിനെ പോലെ പരാജിതനായി മാറും. പ്രൈസ് ദി ലോർഡ്. അപ്പം ദാവീദ് തന്റെ വിവരങ്ങൾ സ്തോത്രം ശൗലിനെ ധരിപ്പിക്കുക. ഈ വചനങ്ങളിൽ 2 പ്രാവശ്യം ഞാൻ അടിച്ചു എന്ന് ദാവീദ് രാജാവ് പറയുന്നു. ഞാൻ 2 പ്രാവശ്യം അതിനെ അടിച്ചു എന്ന് പറഞ്ഞാൽ സിംഹത്തെയും കരടി അടിച്ചെന്നവിടെ എന്ന് പറഞ്ഞാൽ അത് മരണ അടിയായിരുന്നു. ദാവീദ് സിംഹത്തെയും കരടി അടിച്ചു പറഞ്ഞാൽ അത് മരണ അടിയായിരുന്നു. അതുപോലെ ഞാൻ ഗോലിയാത്തിനെ അടിച്ചു കൊല്ലുമെന്നുള്ള വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക.
ലേരിയ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആട്ടിൻകുട്ടിയെ കടിച്ചു കീറാൻ വന്ന ആട്ടിൻകുട്ടിയെ ഇരയാക്കാൻ വന്ന കരടിയും സിംഹത്തെയും ഒടുവിൽ തനിക്ക് നേരെ തിരിഞ്ഞ ആ കരടിയും സിംഹത്തെയും ദാവീദ് അടിച്ചു കൊന്നു. അതുപോലെ ഞാൻ ഈ ഫിലിസ്ത്യ മാലിനെയും അടിച്ചു കൊല്ലുമെന്ന യുവാവായിരിക്കുന്ന ദാവീദ് അഭിഷേകത്തിന്റെ വാക്കുകൾ പ്രഖ്യാപിക്കുക, വിശ്വാസത്തിന്റെ വാക്കുകൾ പ്രഖ്യാപിക്കുക. അതേ സ്നേഹിത, അതേ ശ്രോതാവേ, ശത്രുവിനെ തകർക്കുവാനുള്ള ഒരു അഭിഷേകമാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദാവീദ് പറയാണ്, ഞാൻ അടിച്ചു കൊല്ലുമുള്ള വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക. ചില സമയങ്ങളിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ധൈര്യമായി സിംഹങ്ങളെ നിങ്ങൾ അടിക്കേണ്ടിയിരിക്കുന്നു. പുതിയ നിയമസഭയോട് പറയട്ടെ, ആത്മീയ ജീവിതത്തിൽ വിശ്വാസത്തിൽ നീ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തിന്റെ ചൂഷണം ചെയ്യുവാൻ, നിന്റെ വിശ്വാസത്തെ പിന്തിരിപ്പിച്ച് കളയുവാൻ നിനക്കെതിരെ എഴുന്നേറ്റ് വരുന്ന സാത്താനി സിംഹത്തെ ദാവീദ് അടിച്ച് കളഞ്ഞതുപോലെ നീ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അതിനെ നീ അടിച്ച് തകർക്കണം. ഹല്ലേലൂയ. അതിനാണ് യേശുവിന്റെ നാമം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നാം പ്രാർത്ഥിക്കുമ്പോൾ അതുകൊണ്ടാണ് യേശുവിന്റെ നാമം നമ്മൾ ഉപയോഗിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ നീ സാത്താനെ അടിക്കണം. യേശുവിന്റെ നാമം കേൾക്കുന്നത് പിശാചിന് പേടിയാ. യേശുവിന്റെ നാമം കേൾക്കുന്നത് ലോകത്തിന് പേടിയാ. യേശുവിന്റെ നാമത്തിനകത്ത് അത്ഭുതങ്ങളുണ്ട്. യേശുവിന്റെ നാമത്തിനകത്ത് അതിശയങ്ങളുണ്ട്. യേശുവിന്റെ നാമത്തിനകത്ത് അടയാളങ്ങളുണ്ട്. യേശുവിന്റെ നാമത്തിനകത്ത് വീര്യപ്രവൃത്തികളുണ്ട്. യേശുവിന്റെ നാമത്തിനകത്ത് ശത്രു ഭയപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് അത്ര ശക്തമായ നാമത്തെ ദൈവം നിനക്ക് അധികാരത്തോടെ ഉപയോഗിക്കാൻ തന്നതും. നീ അധികാരത്തോടെ യേശുവിന്റെ നാമത്തെ നീ ഉപയോഗിക്കുമ്പോൾ ശത്രു നിന്നെ ഭയപ്പെടുന്നതും. രക്തജയം. പ്രൈസറോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ശത്രുവിനെ അടിച്ചു തകർക്കണം. പ്രൈസറോ. വിശ്വാസത്താൽ, പ്രാർത്ഥനയാൽ. ഹല്ലേലൂയ. അപ്പൊ നിന്റെ കുടുംബത്തെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം, നിന്റെ ജീവിതത്തെ, നിന്റെ ആത്മജീവിതത്തെ സംരക്ഷിക്കുവാനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും ദൈവം നിന്നെ ഫലമേൽപ്പിച്ചിരിക്കുക. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ കാണുന്നത്, ദുഷ്ട മനുഷ്യനായ സാത്താനെ അടിക്കേണ്ടി തന്നെ വരും. ദുഷ്ടരായിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലേ? ദുഷ്ടന്മാർ. ഹല്ലേലൂയ. ദുഷ്ടന്മാർ, മനുഷ്യനെ അനുസരിക്കാത്ത, നിയമത്തെ അനുസരിക്കാത്ത, ദൈവത്തെ അനുസരിക്കാത്ത, പ്രമാണത്തെ അനുസരിക്കാത്ത അനവധി ദുഷ്ടന്മാരെ കൊണ്ട് ലോകം നിറഞ്ഞുകൊണ്ടിരിക്കുക. അവർ സിംഹത്തെ പോലെ ഗർജിക്കുക. ഓരോ രാജ്യത്തിനകത്തും ഉണ്ട് കേട്ടോ. ഓരോ രാജ്യത്തിനകത്തും ദൈവത്തെയോ ദൈവജനത്തെയോ വിശ്വാസത്തെയോ നിയമത്തെയോ അനുസരിക്കാത്ത ദുഷ്ടരായിരിക്കുന്ന ജനങ്ങൾ, ദുഷ്ട മനുഷ്യർ സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് ദൈവസഭയ്ക്ക് വിരോധമായി എഴുന്നേൽക്കുന്നുണ്ട്. അവിടെ നീ അഭിഷേകത്തോടെ നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് മുമ്പിൽ നിൽക്കുന്ന ദുഷ്ട മനുഷ്യനായിരിക്കും സാത്താൻ. അവൻ എത്രമാത്രം ശബ്ദത്തോടെ ഗർജിച്ചാലും അതിന്റെ വായ അടയ്ക്കുവാൻ നിനക്ക് കഴിയും. എന്റെ വായ അടയ്ക്കുവാനുള്ള ശക്തിയാണ് അഭിഷേകം ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയും, ദുഷ്ട മനുഷ്യനെ സാത്താനെ അടിക്കുക തന്നെയാണ്. അപ്പൊ കുടുംബത്തിൽ കുഴപ്പങ്ങളെയും സംശയങ്ങളെയും പ്രശ്നങ്ങളെയും കൊണ്ടുവരുന്ന പിശാചിന്റെ ശക്തിയെ നീ അടിച്ചു കളയണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അവിശ്വാസം, സംശയങ്ങൾ, കുടുംബ ജീവിതത്തിനകത്തെ പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തിനകത്തെ സംശയങ്ങൾ, ഭാര്യ ഭർത്താവിനെ സംശയിക്കുന്നു, ഭർത്താവ് ഭാര്യയെ സംശയിക്കുന്നു, അപ്പനും അമ്മയും മക്കളെ സംശയിക്കുന്നു, മക്കൾ അപ്പനമ്മമാരെ സംശയിക്കുന്ന സംശയ രോഗങ്ങൾ. ഇന്ന് അനവധി കുടുംബങ്ങൾക്കകത്ത് സംശയ രോഗങ്ങളാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തിനകത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നവരെ, കുടുംബത്തിനകത്ത് കുഴപ്പങ്ങൾ, പ്രതിസന്ധികൾ കൊണ്ടുവന്ന് കുടുംബത്തിനകത്ത് കണ്ണുനീര് കൊണ്ടിടാൻ ശ്രമിക്കുന്ന സാത്താനി ശക്തികളെ, ഹല്ലേലൂയ. അതുപോലെ കുടുംബത്തിനകത്ത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന 3 കാര്യം. കുടുംബത്തിനകത്ത് കുഴപ്പങ്ങളും പ്രശ്നങ്ങളും സംശയങ്ങളും കൊണ്ടുവരുന്ന സാത്താനി ശക്തിയെ നീ അടിക്കണം. അതിനെ അടിക്കുവാനുള്ള അഭിഷേകമാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. പല കുടുംബങ്ങളും തകരുന്നു, പല കുടുംബങ്ങളും കണ്ണുനീരാകുന്നു, പല കുടുംബങ്ങളും ഛിന്നഭിന്നമായി മാറുന്നു. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കുടുംബം പോലും ഡിവോഴ്സിന്റെ വക്കിൽ കോടതികളിൽ ആശ്രയം പ്രാപിച്ചുകൊണ്ട്. എന്തുകൊണ്ടാണ്? കുടുംബത്തിനകത്ത് വന്ന സാത്താനെ, വാവിളർന്ന് വന്ന സാത്താനെ, ഗർജനത്തോടെ വന്ന സാത്താനെ അടിക്കുവാനുള്ള അഭിഷേകം നഷ്ടപ്പെട്ടതാണ് നിന്റെ കുടുംബം തകരാൻ കാരണമായത്.
ഫ്രീസറോ, നിന്റെ കുടുംബത്തെ തകർക്കാൻ വാവിളർന്ന് ഗർജനത്തോടെ വരുന്ന സാത്താന ശക്തികളെ ദാവീദ് സിംഹത്തെ അടിച്ചു കൊന്നതുപോലെ, അല്ലേലൂയ, ദാവീദ് കരടി അടിച്ചു കൊന്നതുപോലെ നീ അതിനെ അടിച്ചു കൊല്ലുവാനുള്ള പ്രാർത്ഥനയുടെ അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ മാത്രമേ സ്തോത്രം, ഗർജിച്ചു നിൽക്കുന്ന സിംഹത്തെ തകർക്കുവാൻ കഴിയുള്ളൂ. ഫ്രീസറോ, എത്ര കുടുംബങ്ങളാണ് തകരുന്നത്, എത്ര കുടുംബങ്ങളാണ് കണ്ണുനീരിൽ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ വചനം വായിക്കുമ്പോൾ കാണുന്നത് സ്തോത്രം, ഈ ഫെലിസ്ത്യ മല്ലനായിരിക്കുന്ന ഗോലിയാത്തിനോട് എതിർക്കുവാൻ ശൗലിന്റെ യുദ്ധമുന്നണി ഒരു യോദ്ധാവിനെയും കണ്ടില്ല. ഹല്ലേലൂയ. ആ സമയത്താണ് യുവാവായ ദാവീദിന്റെ വരവ്. ഹല്ലേലൂയ. ദാവീദ് ശൗലിനെ തന്നെത്താൻ പരിചയപ്പെടുത്തുന്നത് താൻ കരടിയും സിംഹത്തെയും കൊന്ന തന്റെ ആടുകളെ സംരക്ഷിച്ചിട്ടുള്ള പാരമ്പര്യം പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം ശൗലും തന്റെ സൈന്യം പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ കോമളനായിരിക്കുന്ന യുവാവായിരിക്കുന്ന ദാവീദ് വന്നിട്ട് പറയുക, ഞാൻ ഇവരെ തകർക്കും, ഈ ഗോലിയാത്തിനെ ഞാൻ തകർക്കും, ഞാൻ ഇസ്രായേലിനെ രക്ഷിക്കും. കഴിഞ്ഞ 40 ദിവസങ്ങളായി ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന ഈ പരീക്ഷയെ ഞാൻ തകർക്കും എന്നുള്ള ആത്മവിശ്വാസം ദാവീദിനുണ്ടായിരുന്നു. ആ വിശ്വാസം നിനക്ക് വേണ്ടിയത് കേട്ടോ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, വിശ്വാസത്തിന്റെ പേരിൽ നീ എത്ര നാളുകളായി പരിശോധനകൾ നേരിടുന്നു, വെല്ലുവിളികൾ നേരിടുന്നു. വിശ്വാസത്തിന്റെ പേരിൽ നീ എത്ര നാളെ കഷ്ടം സഹിക്കുന്നു, നിന്ദകൾ സഹിക്കുന്നു. നിനക്ക് നേരെ ദുഷ്ട മനുഷ്യൻ വാവിളിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി. നിനക്ക് നേരെ ഗർജനത്തോടെ നിൽക്കുന്ന സാത്താന്യ ശക്തികളെ ദാവീദിനെ പോലെ നിനക്ക് നേരിടുവാൻ കഴിയണം. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകരുത്. നിന്റെ കുടുംബം തകർന്നു പോകരുത്. നിന്റെ തലമുറ നഷ്ടപ്പെട്ടു പോകരുത്. നിന്റെ ആത്മജീവിതം പരാജയപ്പെട്ടു പോകരുത്. നിനക്കുള്ള നന്മകൾ നഷ്ടപ്പെട്ടു പോകരുത്. പാപവും ശാപവും നിന്റെ കുടുംബത്തിനകത്ത് സാത്താൻ കൊണ്ടുവന്ന് നിന്റെ കുടുംബത്തെ നിർമൂലനാശം ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ അതിനെ നീ പ്രാർത്ഥനയോടെ നേരിടണം. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ ഒരു സ്തോത്രം പറയാമോ? ഞാൻ ഈ ദൈവത്തിനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പകൽ സമയങ്ങളിലും രാത്രി സമയങ്ങളിലും ഒക്കെ. അവരുടെയൊക്കെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ, അവരുടെയൊക്കെ കണ്ണുനീര് കാണുമ്പോൾ വളരെ വേദന എനിക്കും തോന്നിയിട്ടുണ്ട്. ഞാൻ അവരോട് പറയാറുണ്ട്, ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ശത്രുവിനെ നേരിടുവാനുള്ള വലിയൊരു ആയുധം ദൈവം തന്നിട്ടുണ്ട്. ശത്രുവിനോട് നേരിടുവാൻ, അവനെ ജയിക്കുവാൻ, അവനെ തകർക്കുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളതിന് തയ്യാറാകണം. അല്ലേ? നിങ്ങൾ ദാവീദിനെ പോലെ വിശ്വാസത്തോടെ നിനക്ക് മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനെ തകർക്കുന്ന പറയാനുള്ള ആത്മധൈര്യം വേണമെന്ന് പലരോടും പറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പോരാട്ടം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ആത്മജീവിതത്തിനകത്തും വളരെ വെല്ലുവിളികൾ നേരിടാറുണ്ട്. ഞാൻ പലപ്പോഴും പ്രശ്നങ്ങളെ നേരിടാറുണ്ട്. പല പ്രശ്നങ്ങളും എന്റെ ജീവിതത്തിന് കടന്നു വരാറുണ്ട്. മല്ലനായ ഗോലിയാത്ത് വെല്ലുവിളിക്കുന്ന പോലെ പലരും എനിക്ക് നേരെ വെല്ലുവിളികൾ വന്നിട്ടുണ്ട്. ദാവീദിന്റെ കയ്യിലെ ആട്ടിൻകുട്ടെ ഇരയാക്കുവാൻ വേണ്ടി സിംഹവും കരടിയും വന്നതുപോലെ ഗർജനത്തോടെ പല സാത്താന്യ ശക്തികളും എനിക്ക് നേരെ വന്നിട്ടുണ്ട്. അവിടെയൊന്നും ഞാൻ അടിപതറി പോകാതെ, കാൽ വഴുതി വീഴാതെ, കർത്താവായ യേശു ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനം വിട്ടുറപ്പിച്ച് എന്റെ മേൽ കിടക്കുന്ന അഭിഷേകം, അല്ലെ കർത്താവിന്റെ സാന്നിധ്യം മുഖാന്തരം ശത്രുവിനെ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ശത്രുവിനെ ജയിക്കാൻ കഴിയും കേട്ടോ. എന്നെ കേൾക്കുന്ന മാതാപിതാ, ശത്രു അല്ല വലുത്, സാത്താൻ അല്ല വലുത് കേട്ടോ. നിന്റെ മേലുള്ള അഭിഷേകമാ വലുത്. പ്രൈസ് ദി ലോർഡ്. ചിലരുടെയൊക്കെ ചിന്ത എന്ന് പറയുന്നത് സാത്താൻ എന്തോ വലിയ പുള്ളിയാ, എന്തോ വലിയ മനുഷ്യനെ, എന്തോ വലിയ രൂപമാണെന്നൊക്കെയാ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിതാ, ഞാൻ പറയട്ടെ, സാത്താന്റെ തലയെ യേശു ക്രൂശിൽ തകർത്തതാ. അവന്റെ പല്ലുകളെ തകർത്ത് കളഞ്ഞതാ. ഇന്ന് പല്ലില്ലാതെ നടക്കുന്ന, തലയില്ലാതെ നടക്കുന്ന ഒരുതരം സാധനമാണ് ഈ സാത്താൻ എന്ന് പറയുന്നത്. അവനല്ല വലുത് കേട്ടോ. ഹല്ലേലൂയ. അവനല്ല വലുത്. അവനെ നീ വലുതാക്കി കാണിക്കണ്ട. നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകമാണ് വലുത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ മേലുള്ള ദൈവ സാന്നിധ്യമാണ് വലുത്. നിനക്ക് ദൈവം തന്ന കൃപയാണ് വലുത്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ധൈര്യത്തോടെ ശത്രുവിനെ നേരിടണം. പ്രൈസ് ദി ലോർഡ്.
ചിലരുടെയൊക്കെ വാക്ക് കേൾക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാത്താൻ അതെന്തോ വലിയ ശക്തിയാണെന്നാണ് പറയുന്നത്. അല്ല പ്രിയരെ, സാത്താൻ ഒന്നുമല്ല. അവൻ വെറും പൊട്ടനാണ്. സാത്താൻ വെറും പൊട്ടൻ. അവൻ വെറും മണ്ടനാണ്. പിശാച് വെറും മണ്ടനാണ്. പല്ലില്ലാത്തവനാണ്, എല്ലില്ലാത്തവനാണ്, നട്ടല്ലില്ലാത്തവനാണ്. അല്ലേ? അവന് ഇഴയുന്നവനാ. അവന് നിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. പ്രഹസനം ഗർജിക്കുവൻ, പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നിന്റെ മേലുള്ള അഭിഷേകമുണ്ടല്ലോ, അത്ര വലുതാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ വചനത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. കരടിയാകുന്ന ജഡത്തെയും സിംഹമാകുന്ന സാത്താനെയും ജയിക്കുന്നവന് ആരും ഭയപ്പെടേണ്ടെന്ന്. ഹല്ലേലൂയ. കരടിക്ക് സമാനമായിരിക്കുന്ന കാമൻ നമ്മുടെ ജഡം. ഹല്ലേലൂയ. ആമേ. സിംഹമാകുന്ന സാത്താനെയും, ഹല്ലേലൂയ, അത് നമ്മൾ പേടിക്കണ്ട. അപ്പൊ ഈ കരടിയും സിംഹത്തെ നീ ജയിച്ചാൽ, ഹല്ലേലൂയ, പിന്നെ ഈ ഉലകത്തിൽ നിനക്കൊന്നിനും ഭയപ്പെടേണ്ടി വരത്തില്ല. സ്തോത്രം. ആമേ. നീ യഹൂദാ ഗോത്രത്തിലെ സിംഹത്തിന്റെ മകനാണ്, മകളാ. ഹല്ലേലൂയ. ലോകപ്രകാരമുള്ളതിനെ നീ ഭയപ്പെടണമെന്ന്. ഹല്ലേലൂയ. ദൈവം നിന്റെ ഭയത്തിന്റെ ആത്മാവിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന് നിന്റെ മേൽ ആത്മാവിന്റെ അഭിഷേകത്തെന്ന് തന്ന് നിർത്തിയിരിക്കുന്നത് ലോകത്തെ ഭയപ്പെടാനല്ല, കരടിയും സിംഹത്തെ ഭയപ്പെടാനല്ല കേട്ടോ, അതിനെ നീ ജയിക്കാനാ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇന്ന് നിന്റെ കുടുംബത്തിനകത്ത് ജയത്തിന്റെ ജയപേര് മുഴങ്ങണം. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിലെ കണ്ണുനീര് മാറണം. നിന്റെ കുടുംബത്തിലെ കഷ്ടത മാറണം. നിന്റെ കുടുംബത്തിലെ ശാപങ്ങൾ മാറണം. നിന്റെ കുടുംബത്തെ തകർക്കുന്ന മഹാവ്യാധികൾ, മാരകമായ രോഗങ്ങൾ, ആമി, കടക്കെണികൾ, പ്രതിസന്ധികൾ നിന്റെ കുടുംബത്തിനകത്തിട്ട് കുടുംബത്തിനകത്ത് വീഴുന്ന കണ്ണുനീർത്തുള്ളികളെ തുടച്ചു മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽ നീ സാത്താനെ ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അല്ലെങ്കിൽ അതുകൊണ്ട് ദാവീദിന്റെ കയ്യിലിരിക്കുന്ന ആടുകളെ വിഴുങ്ങുവാൻ, ആടുകളെ ഇരയാക്കുവാൻ വന്ന സിംഹത്തെയും കരടിയും അടിച്ചു കൊന്നതുപോലെ നിന്നെ ആമീൻ വിഴുങ്ങുവാൻ വരുന്ന, നിന്നെ കടിച്ചു കയറാൻ വരുന്ന ലോകമാകുന്ന ശത്രുവിനെ, ദുഷ്ടനെ, സാത്താനെ നീ തകർക്കണം പ്രാർത്ഥനയാൽ. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത്, ഹല്ലേലൂയ, ഈ ഗോലിയാത്തിനെ, ഹല്ലേലൂയ, ദാവീദ് തകർത്തതിന് ശേഷമായിട്ട് ഗോലിയാത്തിന്റെ 4 സഹോദരന്മാരെ കൂടി കൊന്നതായിട്ടാണ് വേദപുസ്തകം പറയുന്നത്. 2 ശമൂവേലിന്റെ പുസ്തകം 21 അധ്യായം അതിന്റെ 18 തൊട്ട് 22 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഗോലിയാത്തിന്റെ സഹോദരന്മാരെയും തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്. അല്ലേ? അതെ, ശത്രുവിനെ തകർക്കുമ്പോൾ, ദുഷ്ടനെ നീക്കുമ്പോൾ ആ കുലത്തിൽപ്പെട്ട, ആ സമൂഹത്തിൽപ്പെട്ട സകലത്തെയും ദൈവം നീക്കും. ഗോലിയാത്തിനെ മാത്രമല്ല, അവന്റെ സഹോദരന്മാരെയും കൂടെ നീക്കിക്കളഞ്ഞെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നെ തകർക്കുവാൻ വരുന്ന സാത്താനെ, അവന്റെ കിങ്കരന്മാരെ ദൈവം തകർത്ത് കളയും. ഹല്ലേലൂയ. സാത്താന്റെ ശക്തികളെ ദൈവം തകർത്ത് കളയും. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് നീ ജയാളിയാകട്ടോ. രക്തം ചെയ്യും. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം നിറയണം. ഹല്ലേലൂയ. നിന്റെ ജീവിതം സമാധാനമായിരിക്കും. നിന്റെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. തകർക്കുവാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് പാട്ടുകാരനൊക്കെ പാടിയിട്ടുണ്ട്, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന് മുമ്പിലുണ്ടെന്നുള്ള പാട്ട് പാടാറുണ്ട്. അത് തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പിലായി, നിനക്ക് മുമ്പിലായി, നിന്റെ കുടുംബത്തിനകത്ത് അവന്റെ സാന്നിധ്യമുണ്ട്. ശ്രോതാവി, രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, നീ തകർന്നു പോകരുത് കേട്ടോ. നീ മനസ്സുകൊണ്ട് ക്ഷീണിച്ച് കണ്ണുനീരിന്റെ നടുവിൽ സാത്താന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി ദുഷ്ട മനുഷ്യനായിരിക്കുന്ന മനുഷ്യരുടെ വാക്കുകൾക്ക് മുമ്പിൽ നീ പതറി നിൽക്കുകയാണോ? ഇന്ന് പകൽ നീ ഉണരണം. ഹല്ലേലൂയ. നീ ആത്മാവിൽ ശബ്ദക്കുട്ടഞ്ഞെഴുന്നേക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയുകയില്ലെന്ന്, നിന്നെ ഉടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. നീ മദ്യത്തിന് അടിമയാണോ? പാപങ്ങൾക്ക് അടിമയാണോ? ലഹരികൾക്ക് അടിമയാണോ? ഈ ലോകത്തിന്റെ അശ്ലീലമായ ജീവിതങ്ങൾക്ക് നീ അടിമയാണോ? ഇതുപകൽ നീ അതിൽ നിന്ന് പുറത്തു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുക. നിന്നെ വിഴുങ്ങുവാൻ വേണ്ടി ഇവിടുത്തെ ശക്തികൾ പലതും നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിരത്തി വെച്ചിട്ട് നിന്റെ കുടുംബത്തെ തകർക്കുവാൻ ശ്രമിക്കും. ഹല്ലേലൂയ. അങ്ങനെയുള്ള പൈശാചിക ശക്തികളെ ഇന്ന് പകൽ നീ തകർത്ത് കളയണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ദൈവം നിന്റെ മേലൊരു അഭിഷേകത്തെ പകരുകയാണ്. രക്തം ചെയ്യും. കർത്താവിന്റെ അഭിഷേകത്തെ നിനക്ക് പകരുകയാണ്. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ദാവീദ് പറയും, എന്റെ ആട്ടിൻകൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ആട്ടിനെ സിംഹം പിടിച്ചുകൊണ്ടുപോയി എന്ന് ദാവീദ് പറയുക. കൂട്ടത്തിലുള്ള ആട് ബലഹീനമായതാണ്. സിംഹത്തോട് എതിർത്ത് നിൽക്കുവാൻ ത്രാണിയില്ലാത്തതാണ് ആട്ടിൻകുട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഈ കൂട്ടത്തിലുള്ള ആട് എന്നത് നിങ്ങളുടെ വീട്ടിലെ മക്കളായിരിക്കാം. പ്രൈസ് ദി ലോർഡ്.
ദാവീദിന്റെ ദാവീദിന്റെ കൂടെയുള്ള ആട്ടിൻകൂട്ടത്തിലുള്ള ഒരാട്ടിനെ സിംഹവും കരടിയും കൂടെ പിടിക്കാൻ വരുമ്പോൾ ആ സിംഹത്തോടും കരടിയോടും എതിർത്ത് നിൽക്കാനുള്ള ത്രാണി ആട്ടിൻകുട്ടിക്കില്ല. ലേലിയ അത് ബലഹീനമായ മൃഗമാണ്. അതിനെ എത്രയും പെട്ടെന്ന് ഇരകൾക്ക് ഇരയാക്കി മാറ്റാൻ കഴിയും. അതുകൊണ്ട് എന്ത് ചെയ്തു? അല്ലെങ്കിൽ ദാവീദ് തന്റെ കയ്യിൽ ആട്ടിൻകൂട്ടത്തിലുള്ള ഒരാട്ടിൻകുട്ടിയെ പോലും സിംഹത്തിനും കരടിക്കും വിട്ടുകൊടുക്കാതെ സിംഹത്തെയും കരടി അടിച്ചു കൊന്നു. ഞാൻ ഒന്നുകൂടെ ഭാഗം ആവർത്തിച്ചേക്കട്ടെ. ഈ ആട്ടിൻകുട്ടി എന്ന് പറഞ്ഞ് നിന്റെ മക്കളാ. അല്ലേരിയ ഈ ആട്ടിൻകുട്ടി എന്ന് പറഞ്ഞ നിന്റെ മക്കളാണ്. അല്ലേരിയ അപ്പൊ നിന്നെ നിന്റെ കൈകളിൽ ഏൽപ്പിച്ച് നിന്റെ മക്കളെ, അല്ലേരിയ നിന്റെ തലമുറയെ ഈ ലോകത്തിന്റെ സാത്താന്യ ശക്തികൾ കടിച്ചു കീറരുത്. അല്ലേരിയ ദാവീദിന്റെ കയ്യിലുള്ള ആട്ടിൻകുട്ടിയെ കടിച്ചു കയറാൻ വന്ന കരടിയ സിംഹത്തെ അടിച്ചു കൊന്നതുപോലെ സ്തോത്രം നിനക്ക് നിന്റെ തലമുറയെ നശിപ്പിക്കാൻ വരുന്ന സാത്താന്യ ശക്തികളെ നീ തകർക്കണം. നിന്റെ മക്കളെ ഈ ലോകത്തിന്റെ ആളുകൾക്ക് നീ വിട്ടുകൊടുക്കരുത്. നിന്റെ മക്കളെ പിടിച്ചുകൊണ്ടുവരാൻ വരുന്ന ആരാ? പിടിച്ചുകൊണ്ടുപോകാൻ വരുന്ന സിംഹവും കരടിയാരാ? നിന്റെ മക്കളെ പിടിച്ചുകൊണ്ടുപോകാൻ വരുന്ന രാഷ്ട്രീയക്കാരെ, നിന്റെ കുടുംബത്തെ, നിന്റെ മക്കളെ തലമുറയെ പിടിച്ചുകൊണ്ടുപോകാൻ വരുന്ന സംഘടനകളെ, നിന്റെ മക്കളെ പിടിച്ചുകൊണ്ടുപോകാൻ വരുന്ന തീവ്രവാദികളെ, ഭീകരവാദികളെ, വർഗീയവാദികളെ, നിന്റെ മക്കളെ നിന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാൻ വരുന്ന ഇവിടുത്തെ പൈശാചികമായ ലഹരി മാഫിയ സംഘങ്ങളുടെ കരങ്ങളിലേക്ക് നിന്റെ മക്കളെ വിട്ടുകൊടുക്കാതെ, ഇവിടുത്തെ അശ്ലീലമായ ജീവിത സാഹചര്യങ്ങൾക്ക് നിന്റെ മക്കളെ വിട്ടുകൊടുക്കാതെ, നിന്റെ കുടുംബത്തിനകത്തെ ആട്ടിൻകുട്ടികളാകുന്ന നിന്റെ മക്കളെ നീ ചേർത്ത് പിടിക്കണം. നിന്റെ മക്കളെ ശത്രുവിനെ വിട്ടുകൊടുക്കരുത് കേട്ടോ. ദാവീദിന്റെ കൂട്ടത്തിലുള്ള ആട്ടിൻകുട്ടിയെ ദാവീദ് ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല. അല്ലെങ്കിൽ അതിന് കണക്ക് പറയേണ്ടതാ. ദാവീദ് എപ്പോഴെങ്കിലും തന്റെ അപ്പന്റെ ഭവനത്തിലേക്ക്, ഇശായിയുടെ ഭവനത്തിലേക്ക് ആടുകളുമായിട്ട് മടങ്ങിച്ചെല്ലുന്ന ഒരു സമയമുണ്ട്. ആടുകളുമായി മടങ്ങിച്ചെല്ലുമ്പോൾ തന്റെ അപ്പനായി ഇശായി ആടുകളെ മുഴുവൻ നോക്കും, അതിന്റെ എണ്ണമെടുക്കും. അല്ലെങ്കിൽ എണ്ണമെടുക്കുമ്പോൾ ആട്ടിൻകുട്ടി നഷ്ടപ്പെട്ടതായി കണ്ടു കഴിഞ്ഞാൽ അത് ദാവീദിന് ദോഷമാണത് മനസ്സിലാക്കിയ ദാവീദ് തന്റെ കയ്യിലേക്ക് നാടിന് വിട്ടുകൊടുക്കുക. എന്ന് പറഞ്ഞ പോലെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ ഉണ്ടല്ലോ, ദൈവത്തിന്റെ സഭയോട് ദൈവദാസന്മാരോട് ഇവിടെ നിന്നെ ഏൽപ്പിച്ച ആട്ടിൻകൂട്ടത്തെ പിശാച് കടിച്ചു കയറരുത്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ ഭവനത്തിലെ മക്കളായിരിക്കുന്ന ആട്ടിൻകുട്ടികളെ നിന്റെ മക്കളെ പിശാച് അപഹരിച്ചു കൊണ്ടുപോകരുത്. ലോകം അപഹരിച്ചു കൊണ്ടുപോകരുത്. അല്ലേലിയ രക്തം ചെയ്യും. അല്ലേലി ദൈവത്തിന്റെ വചനം മനസ്സിലാകുന്നെങ്കിൽ സ്വതന്ത്രം പറഞ്ഞാട്ട് പ്രൈസലോ. അപ്പൊ ദാവീദ് പറയാണ്, അല്ലലിയ ഞാൻ ആട്ടിൻകുട്ടിയെ വിട്ടുകൊടുക്കില്ല. അല്ലലിയ ഇവിടെ നോക്കിയ അല്ലെങ്കിൽ സഭയിലെ കൂട്ടത്തിലുള്ള വിശ്വാസികളെയും സുഹൃത്തുക്കളെയും സഭയിലെ വിശ്വാസികളെ അടർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന, സഭയിലെ നിന്നോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ദൈവമക്കളെ അടർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന, വലിച്ചു മാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സാത്താന്യ ശക്തികൾ, പൈശാചിക ശക്തികളെ നീ തുരത്തി ഓടിക്കണം. അതിന് നീ പ്രാർത്ഥനയോട് ഉപവാസത്തോടെ മുഴങ്കാലും മടക്കി ദൈവസനി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സഭയ്ക്കകത്ത് പിശാച് കയറത്തില്ല. പ്രൈസലോ. അല്ലേ ആടുമോഷണം എന്നൊക്കെ പറഞ്ഞ ഒരു പരിപാടി ഇന്ന് നമ്മുടെ സഭയിലുണ്ട്. അല്ലെങ്കിൽ ആടുമോഷണം. ഈ ചില ദൈവദാസന്മാർ ഒരിക്കലും സുവിശേഷം പറയാൻ പുറത്തു പോകത്തില്ല, സുവിശേഷം പറയത്തില്ല, വീടുകൾ സഞ്ചരിക്കത്തില്ല, ഭവനങ്ങൾ കയറി ഇറങ്ങത്തില്ല, ഒന്നും ചെയ്യാതെ നല്ല വസ്ത്രം ധരിച്ച് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് വിശ്വാസികളുടെ വീടുകൾ മുഴുവൻ കയറി ഇറങ്ങും. ചില ദൈവദാസന്മാരെ വിശ്വാസികളുടെ വീടുകൾ മുഴുവൻ കയറിയിറങ്ങി അവർ കടന്നു പോകുന്ന സഭയിലെ പാസ്റ്റർ കുറ്റങ്ങൾ, കൊച്ചമ്മയുടെ കുറ്റങ്ങൾ, അവരുടെ മക്കളുടെ കുറ്റങ്ങളെല്ലാം പറഞ്ഞ് പിന്തിരിപ്പിച്ച് ആ സഭയ്ക്ക് അഭിഷേകമില്ല, അനുഗ്രഹമില്ല, നിങ്ങൾ അവിടെ നിൽക്കണ്ട, നിന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് സഭയിലെ വിശ്വാസികളെയും സഭയിലെ ദൈവമക്കളെയും പിടിച്ചുകൊണ്ടു പോകുന്ന ചില ആളുകളുണ്ട്. അവരെ ഏത് കൂട്ടത്തിലുള്ളതാണെന്ന് ചോദിച്ചാൽ ദാവീദിന്റെ കയ്യിലെ ആട്ടിൻകുട്ടിയെ പിടിച്ചുകൊണ്ടുപോകാൻ ഇരയാക്കാൻ വന്ന സിംഹത്തെയും കരടിക്കും സമാനമായവരവര്. ആട് മോഷ്ടിക്കുന്നവരാരാ? സിംഹമാ. ആട് മോഷ്ടിക്കുന്ന ആരാ? കരടിയാ. അപ്പൊ ആടിനെ മോഷ്ടിച്ചു കരടിയിൽ സിംഹത്തെ നീ തിരിച്ചറിയണം. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നവരാരാണോ, അത് കരടിയാണോ സിംഹമാണോ തിരിച്ചറിയണം. അല്ലേലിയ. നിന്റെ വിശ്വാസത്തെ തകർക്കുക, നിന്റെ സഭയും തകർക്കുക, നിന്റെ ഇടയനെ തകർക്കുക, നിന്റെ സഭയ്ക്കകത്ത് പ്രശ്നം സൃഷ്ടിക്കുവാൻ വരുന്ന കരടിയും സിംഹത്തെ നീ അടിച്ചു കൊല്ലണം. അല്ലേലി. അടിച്ച് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി ഓടിക്കണം കേട്ടോ. പ്രൈസലോ.
അപ്പം ആടുമോഷ്ടിക്കരുത്. ആടുമോഷണം അല്ലെങ്കിൽ ഭയങ്കര മോഷണമാണ്. ആമി സഭയിലെ ആടിനെ മോഷ്ടിച്ചാൽ ഒരു പക്ഷേ ഈ ഭൂമിയിലെ പോലീസുകാർ കേസൊന്നും എടുത്തു വരുന്നില്ല. പറഞ്ഞു ഭൂമി മോഷണം നടന്നാല് ഇവിടുത്തെ നിയമാധികാരികൾ കേസെടുക്കും എന്ന് പറഞ്ഞവര് അവർ കേസിനൊക്കെ അതിന്റെ ന്യായമായിട്ടുള്ള ശിക്ഷയും അതിനുള്ള പ്രതിഫലമൊക്കെ ഉണ്ടാകും. എന്നാൽ സഭയിലെ ആടുകളെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഇടയന്മാരോട് പറയട്ടെ, ഒരുപക്ഷെ ഇവിടെ പോലീസോ ഇവിടുത്തെ നിയമാധികാരികളെ കേസെടുത്തില്ലെങ്കിലും ആടുകളെ മോഷ്ടിച്ചു കൊണ്ടുപോയി ഇരയാക്കുന്ന ഇടയന്മാർക്ക് ശിക്ഷ ദൈവം തരും കേട്ടോ. ദൈവം തരും. നിന്നെ ശിക്ഷിക്കുന്ന നിന്റെ പേര് ന്യായവിധി നടന്ന ദൈവമാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തും. നിങ്ങൾ ചിന്തിക്കുക, അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ചെറിയവരിൽ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകരുതെന്ന് നമ്മുടെ കർത്താവ് പറയാം. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകരുതെന്ന് കർത്താവ് പറയാം. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 18-ാം അധ്യായം അല്ലേലൂയ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അല്ലേലൂയ 18-ാം അധ്യായത്തിൽ വരുമ്പോൾ സ്തോത്രം അല്ലേലൂയ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് 18-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. കാണാതെ പോയ ആടിന്റെ ഉപമയെ കുറിച്ച് അവിടെ കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അല്ലേലൂയ അതിന്റെ 12 തൊട്ട് വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 100 ആടുണ്ട് എന്നിരിക്കട്ടെ, അവയിൽ ഒന്ന് തെറ്റി ഉഴന്നു പോയാൽ 99 വിട്ടച്ച് തെറ്റിപ്പോയതിനെ മലകളിൽ ചെന്ന് തിരയുന്നില്ലയോ? അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത 99 അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്ന സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമില്ല. ദാവീദിനുള്ള ബന്ധം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഈ ദാവീദിന്റെ കൂട്ടത്തിലുള്ള ആട്ടിൻകുട്ടികളിൽ ചെറിയതുകൊണ്ട് വലുതുമുണ്ട്. തള്ളയാടുകളുമുണ്ട്, കുട്ടിയാടുകളുമുണ്ട്. അവയിൽ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകുന്ന ദാവീദിന് ഇഷ്ടമില്ല. അതുകൊണ്ടല്ലേ കരടിയും സിംഹത്തെ അടിച്ചു പോകുന്നത്. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ സഭയിലുള്ള വലിയവരും ചെറിയവരും ഒക്കെ ഉണ്ട്, കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരും ഒക്കെ ഉണ്ടെന്ന്, അഭിഷേകമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ട്, കൃപയുള്ളവരും ഇല്ലാത്തവരും ഒക്കെ, പല സ്വഭാവമൊക്കെ സഭ. അവയിലൊന്നുപോലും നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ കർത്താവിന് ഇഷ്ടമില്ലെന്നാ പറയുന്നത്. ഹല്ലേലൂയ. അത് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. അങ്ങനെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമില്ല. അത് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നത്, നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കളെ രാഷ്ട്രീയക്കാർ പിടിച്ചുകൊണ്ട് പോകുന്നത്, നിന്റെ മക്കളെ തീവ്രവാദികൾ പിടിച്ചുകൊണ്ടു പോകുന്നത്, വർഗീയവാദികൾ പിടിച്ചുകൊണ്ടു പോകുന്നത്, ഇവിടുത്തെ അബ്ഗാരി രോഗികൾ പിടിച്ചുകൊണ്ടു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലെന്ന്. അതുകൊണ്ട് നിന്റെ കുടുംബത്തിലെ ആട്ടിൻകുട്ടികളായിരിക്കും നിന്റെ മക്കളെ നീ പോറ്റി പുലർത്തണം. ഭക്തി ഉപദേശത്തിൽ ദൈവഭയത്തിലും അവരെ പോറ്റി വളർത്തണം. രക്തം ചെയ്യണം. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വലിയ വാർത്ത കണ്ടില്ലേ? ഞാൻ വാർത്ത കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. നാളുകളായിട്ട് ജയിലിൽ കിടക്കുന്ന ഒരു സഹോദരൻ, എനിക്ക് തോന്നുന്നു ആ സഹോദരൻ പറഞ്ഞ് എന്റെ ഓർമ്മയിൽ കിടക്കുന്ന 18 വയസ്സിൽ ജയിലിൽ കയറിയതാ. 18 വയസ്സിൽ കയറിയിട്ട് കാലങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ജയിൽ മോചനമില്ല. അദ്ദേഹം പറയും, എന്നെ അങ്ങ് വധശിക്ഷയ്ക്ക് വിധിക്കണമെന്ന്. എന്നെ വധശിക്ഷയ്ക്ക് വിധിക്കണം. ഞാൻ ഈ ജയിലിൽ കിടന്ന് മടുത്തു, ഇനി എനിക്ക് പുറത്തേക്ക് പോകണ്ട. മറ്റൊരാൾ പറയുക, എനിക്ക് എന്റെ വീട്ടിൽ അപ്പനും അമ്മയും രോഗിയാണ്, എനിക്ക് പഠിക്കണം. അല്ലെങ്കിൽ നോക്കിക്കേ, രാഷ്ട്രീയക്കാരായിരിക്കുന്ന സിംഹങ്ങൾക്ക് മക്കളെ വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് അവസാനം രാഷ്ട്രീയക്കാർക്ക് കസേര ഉറപ്പിക്കാൻ വേണ്ടി, മന്ത്രിപദത്തിൽ ജീവിക്കാൻ വേണ്ടി, മന്ത്രിക്കാരിൽ നടക്കുവാൻ, MLA പദത്തിൽ ജീവിക്കാൻ, MP പദത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്, തിന്ന് സുഖിച്ച് പുളച്ച് മതിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് നിന്റെ മക്കളെ വലിച്ചൊഴിച്ചുകൊണ്ട് പോയി അവർ എന്ത് ചെയ്തു? പിന്നത്തേതിൽ ക്രിമിനൽ കേസുകൾക്ക് അകത്തപ്പെട്ടു. ക്രിമിനൽ കേസുകൾക്ക് അകപ്പെട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അവർ നാളുകളായി ജയിലിൽ അല്ലെങ്കിൽ ഇരുമ്പഴി എണ്ണുക. അവർക്കൊരിക്കലും മോചനമില്ല. പക്ഷേ നിങ്ങൾ തെരഞ്ഞെടുത്ത് ജയിപ്പിച്ചു വിട്ട നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ ഉന്നതമായ തലത്തിൽ ജോലി ചെയ്തും നല്ല നല്ല നിലയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ ജയിലിൽ കിടക്കുന്ന നിലവിളിക്കുക, ഇനി എന്നെ അങ്ങ് പുറത്തേക്ക് വിടരുത്, എനിക്ക് വധശിക്ഷ നൽകും. ഞാൻ ഓർത്തത് എനിക്കത് കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി, വളരെ പ്രയാസം തോന്നി. ആ സഹോദരൻ നിലവിളി, അത് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. കർത്താവേ, അവർക്ക് മോചനം കൊടുക്കണമേ. അതേ സ്നേഹിത,
അതേ മാതാവേ, നിന്റെ മക്കളെ, നിന്റെ ഭവനത്തെ ആട്ടിൻകുട്ടികളാകുന്ന മക്കളെ സാത്താൻ പിടിച്ചുകൊണ്ട് പോകരുത്. ഹല്ലേലൂയ. സാത്താൻ നിന്റെ മക്കളെ വിട്ടുകൊടുക്കരുത്. ദാവീദ് നിന്റെ ആട്ടിൻകുട്ടിയെ വിട്ടുകൊടുക്കാതെ കരടി സിംഹത്തെ അടിച്ചു കൊന്നതുപോലെ നിന്റെ മക്കളെ സാത്താൻ വിട്ടുകൊടുക്കരുത്, ഈ ലോകത്തിന് വിട്ടുകൊടുക്കരുതെന്ന്. അവരുടെ കണ്ണുനീര് കാണുവാൻ നീ ഇടയാകരുത്. അവരുടെ കണ്ണുനീര് കണ്ടല്ല മാതാപിതാക്കൾ നീ വളരേണ്ടത്. നിന്റെ മക്കൾ സന്തോഷം കണ്ട് വളരണം. ദാവീദ് തന്റെ കൂടെയുള്ള ആട്ടിൻകുട്ടികൾ തുള്ളിച്ചാടി നടക്കുന്നത്, ആട്ടിൻകുട്ടികൾ തള്ളയാടിനോടൊപ്പം മേഞ്ഞ് നടക്കുന്നത്, ആട്ടിൻകുട്ടികൾ പുല്ല് തിന്ന് നടക്കുന്നത്, അത് മേഞ്ഞ് നടക്കുന്നത് കാണുന്നത് ദാവീദിന് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് കരടിക്കും സിംഹത്തിനും വിട്ടുകൊടുക്കാതെ അടിച്ചു കൊന്നത്. ഹല്ലേലൂയ. സിംഹവും കരടിയും തന്റെ നേരെ തിരിഞ്ഞപ്പോൾ അതിനെ അടിച്ചു കൊന്നു. ഹല്ലേലൂയ. അത് നിന്റെ മക്കളെ തകർക്കാൻ, നിന്റെ മക്കളെ കുടുംബം നടത്തിക്കൊണ്ടും വരുന്നവനെ നീ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കണം. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഫ്രൈസറോ. ഹല്ലേലൂയ. ദൈവത്തിന് പറഞ്ഞു. അതുകൊണ്ട് കർത്താവ് പറയാ, ഒന്നും നഷ്ടപ്പെട്ടു പോകരുതെന്നും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നിങ്ങൾ ചെറുവ് ഒന്നുപോലും നഷ്ടപ്പെട്ടു പോയത്, അവരെല്ലാം സ്വർഗരാജ്യത്തിലേക്ക് വരണം. ആകയാൽ ധൈര്യമായിരുന്ന സിംഹമായി സാത്താനെ അടിച്ചു തുരത്തണം യേശുവിന്റെ നാമത്തിൽ. നിന്റെ ഭവനത്തിലെത്താൻ നിന്റെ മക്കളായിരിക്കുന്ന ആട്ടിൻകുട്ടികളെല്ലാം ദൈവരാജ്യത്തിൽ ഉണ്ടാകണമെന്ന്. അതുകൊണ്ട് മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ സാത്താന് വിട്ടുകൊടുക്കുന്നത് നാം കാണുന്നു. എന്റെ മക്കൾക്ക് എത്രയോ ബുദ്ധികളുണ്ട് എന്ന് പറഞ്ഞ്, അവന് കഴിവുണ്ടെന്ന് പറഞ്ഞ് മക്കളെ ദുർമാർഗങ്ങളിലേക്ക്, ദുർശക്തികളെ കയ്യിലേക്ക്, അന്ധകാരത്തിന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കാതെ നിന്റെ മക്കളെ ദൈവവചനത്തിനും മധ്യോപദേശത്തിനും വളർത്തണം. ഹല്ലേലൂയ. ചെലവ് മക്കൾക്ക് നല്ല കഴിവുണ്ട്, മക്കൾക്ക് നല്ല പ്രാപ്തിയുണ്ട്, വിദ്യാഭ്യാസത്തിന് ബുദ്ധിയുണ്ട്, അതുകൊണ്ട് മക്കളെ അങ്ങ് രാഷ്ട്രീയത്തിലേക്ക് വിട്ടേക്കാന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന മാതാപിതാക്കൾ പറയട്ടെ. അവസാനം നിന്റെ മക്കൾ നിലവിളിക്കും കേട്ടോ, കണ്ണുനീരോടെ കൂടെ. നീ നിനക്ക് താങ്ങാൻ പറ്റാതെ വരും. അതുകൊണ്ട് നിന്റെ ഭവനത്തിലെ ആട്ടിൻകുട്ടികളെ സാത്താൻ വിട്ടുകൊടുക്കരുതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നിന്റെ മക്കൾ പ്രശ്നങ്ങൾ അകപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട് നീ കിടക്കുന്നത് കാണാൻ നിനക്കിടവരരുത്. ഹല്ലേലൂയ. ദാവീദിന്റെ കൂടെയുള്ള ആട്ടിൻകൂട്ടത്തിൽ ചില ആടുകളെ കരടിയും സിംഹവും പിടിച്ച് അത് ജീവനറ്റതുപോലെ കയ്യും കാലും ശേഷിയില്ലാത്തതുപോലെ കിടക്കുന്നത് കാണുവാൻ ദാവീദിന് ഇഷ്ടമില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദിനെ അടിച്ചു കൊന്നെന്ന് പറയുന്നത്. എന്നെ കേൾക്കും, ദാവീദിനെ പോലെ സിംഹത്തിനെ ഭയപ്പെടാതെ ആട്ടിൻകുട്ടിയെ അതിന്റെ വായിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി എടുത്ത തീരുമാനം. ഹല്ലേലൂയ. ദാവീദ് എന്ത് ചെയ്തു? ആട്ടിൻകുട്ടിയെ സിംഹത്തിന് വിട്ടുകൊടുക്കാതെ സിംഹത്തിന്റെ കയ്യിൽ നിന്ന് അതിനെ വീണ്ടെടുക്കാനുള്ള തീരുമാനത്തിൽ ദാവീദ് ഉറച്ചതുപോലെ നിന്റെ മക്കളെ പിശാചിന് വിട്ടുകൊടുക്കാതെ നിന്റെ മക്കളെ ദൈവകൃപയിൽ വളർത്തണം. ഹല്ലേലൂയ. ആ തീരുമാനം, നിങ്ങളുടെ പ്രാർത്ഥന ശക്തിപ്പെടുത്തണം. നിന്റെ കുടുംബത്തിനകത്ത് പ്രാർത്ഥന ഉണ്ടാകട്ടെ, ആരാധന ഉണ്ടാകട്ടെ, ഉപവാസം ഉണ്ടാകട്ടെ. സാത്താനെ പ്രാർത്ഥനയാകുന്ന വടികൊണ്ട്, ഉപവാസം വടികൊണ്ട് അടിച്ച് കളയണം. ഹല്ലേലൂയ. നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ ഓടിക്കും. നിങ്ങളുടെ മുമ്പിൽ വാളിനാൽ വീഴുന്ന. ലേവ്യപുസ്തകം 26:7 വായിക്കുന്ന ഭാഗത്തേക്ക് പോകാൻ സമയമില്ല. അത് ഞാൻ വായിച്ച ഭാഗത്തിലേക്ക് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ പിന്തുടർന്ന് അതിനെ അഥവാ സിംഹത്തെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടിവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താട്ടിക്ക് പിടിച്ചടിച്ചു കൊന്നു. അതെ, കണ്ണുകളടച്ചാട്ട് നിന്റെ കുടുംബത്തിനകത്ത് വാ വിളർന്നു വരുന്ന തൊട്ട ശത്രുവിനെ ഇന്ന് പകൽ നീ പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ, വചനധ്യാനത്തോടെ, വിശുദ്ധിയോടെ അടിച്ചു തകർക്കണം. നിന്റെ മക്കളെ നിന്നെയും പിശാച് അപകരിച്ചുകൊണ്ട് പോകരുത്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരുന്ന സകല ജനത്തെയും അവിടുത്തെ കരങ്ങളിൽ കേരളത്തിൽ, ഭാരത, ലോക രാജ്യങ്ങൾ 800 കോടി ജനം, തലമുറ എണ്ണത്തിൽപ്പെടാത്തവർ, വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ല, ഭരണ മേധാവി, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാർ, രാജ്യങ്ങൾ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങൾ, ദ്വീപുകളെ ഭരിക്കുന്നവരെ, ആദിവാസികളെ, ട്രൈബൽമേ, ഗോത്ര വിഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കരസേന, വ്യോമസേന, നാവികസേന, അധികാരി, അതിർത്തികൾക്കാണ് BCRBയുടെ സൈന്യത്തിനായി ക്രമസമാധാന പാലന വിഭാഗങ്ങളെ, കർത്താവിടെ പോലീസിന്റെ വിവിധ സെക്ഷൽ ജുഡീഷ്യൽ ഭാഗങ്ങൾക്കായി, സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യ, സാമ്പത്തിക മേഖല, എല്ലാ മേഖലയായിരിക്കുന്ന ആരോഗ്യമേഖല, ബാങ്ക് മേഖലയായിരിക്കുന്നവർക്കായി, എല്ലാ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരെയും, എല്ലാ ലോക രാഷ്ട്ര നേതാക്കന്മാരെയും ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. ഭരണവിദ്വേഷ പാർട്ടികൾക്കായി പ്രാർത്ഥിക്കുന്നു. മത, സാമൂഹിക, സാംസ്കാരിക, ചരിത്ര, മാധ്യമ വീഡിയോയിൽ നിൽക്കുന്നവർ, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർക്ക് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യൗവനത്തിൽ, വൃത്തരും, അശ്രമ, യാചകർ, ഓർഫനേജ്, തലമുറയിലായിരിക്കുന്നവർക്കായി നിങ്ങൾ പ്രാർത്ഥികർത്താൻ ജനത്തെ വിടിവിക്കണമേ, ജനത്തിന് ആശ്വാസ സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കരയിലും കടലും ആകാശമാർഗം വാഹനോടി യാത്ര വാഹനം സേവിച്ച് ചെയ്യുന്നവർക്കായി, അല്ലെങ്കിൽ കടലുവാസി, തീരെ ശ്വാസം, മത്സ്യബന്ധന, കരികൾ, കമ്പനി, ഫാക്ടറി,
ജോലി ചെയ്യുന്നവർ, വലിയ വലിയ വ്യാപാരി, വ്യവസായ വഴിയുടെ കച്ചവടക്കാർ, ഷെയ്ഖ് കാർഷികമേഖലയിലായിരിക്കുന്നവർക്കായി, പൊതുമേഖലയിലായിരിക്കുന്നവർക്കായി ആമീൻ ഞങ്ങളെല്ലാ ജനത്തെ ഓർത്ത് വിദേശ രാജ്യം കഷ്ടത്തെ വേദന കടന്നു നൊമ്പരത്ത് കടന്നു പോകുന്നവർ, ആമീൻ പീഡ അനുഭവിക്കുന്നവർക്കായി, ജോലിയില്ലാതെ ജോലി നഷ്ടപ്പെട്ടവർ, കർത്താവേ രോഗികളെ കിടക്കുന്നവർ, വ്യാധികൾ ഭാരപ്പെട്ടവർ, കർത്താവ് ജന്മന വൈകല്യമുള്ളവർക്കായി, ആമീൻ നിരാനുഭവത്തിലൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ കടക്കണിയാൽ കടന്നു ജപ്തി നിറവ് നേടുന്നവർ, വിവാഹപ്രയത്തിൽ സൗരന്മാർ, ആമീൻ ജോലിയില്ലാത്ത തലമുറയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആക്സിഡന്റിൽ പെട്ട് കിടന്ന അനേക പ്രിയപ്പെട്ട ഭവനമില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, കടക്കണിയാൽ ഭാരപ്പെടുന്ന എല്ലാവരും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ജനത്തിന് ആശ്വാസം വിടുതൽ കൊടുക്കണമേ പ്രാർത്ഥിക്കണം. ആരും തകർന്നു പറ്റയാകാതെ എല്ലാവരും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് സകല ജനവും ദൈവത്തിന് അനുഗ്രഹിക്കപ്പെടണം. ഒരു വലിയ ദൈവീയ സമാധാനം കുടുംബത്തിനുണ്ടാകത്തെ. ഞങ്ങളുടെ കുടുംബത്തിനകത്തെ ആമീൻ ഞങ്ങളുടെ സഭയിലെ ആട്ടിൻകൂട്ടമാകുന്ന സഭയെ പിശാച് കരടിയും സിംഹവും അപകരിച്ചുകൊണ്ട് പോകാതെ ദാവീദിനെ അടിച്ചു കൊന്ന ഒരു ദിവസം ദൈവമക്കൾ പിശാചിനോട് എതിർത്തുകൊള്ള ദൈവത്തിന്റെ സർവായുധവർക്ക് ധരിച്ചുകൊണ്ട് അഭിഷേകം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന് ഉറപ്പോടെ നിൽപ്പം കൃപ കൊടുക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.